പാലത്തിന്റെ മുകളിലുണ്ടല്ലേ ടോപ്പിൽ അടിയിലേക്ക് ഇറങ്ങി പോയിട്ടില്ലല്ലോ. അതിരപ്പള്ളിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചയിൽ ഒരു കാഴ്ച ഇതാട്ടോ. ഇദ്ദേഹം ഒരാളോട് പോയിട്ട് ചോദിച്ചു, എനിക്ക് ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞ് ചോദിക്കാമെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ, തട്ടി കഴിഞ്ഞപ്പോൾ കൊടുത്ത് ആൾ നന്നായിട്ട് കഴിച്ചു. ഇതുപോലൊരു മനുഷ്യനും തമ്മിലൊരു സ്നേഹം ഉണ്ടെങ്കിലേ എന്ത് രസമായിരിക്കില്ലേ. നമ്മളിവിടെ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് തല്ലും ബഹളം ഇവർ കാണിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അതിനിടയ്ക്ക് ഒരു കുസൃതിക്കാരൻ കാണിക്കുന്നുണ്ട്. ഏതോ ഒരു ഫാമിലി ബാഗൊക്കെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. ആ ബാഗ് അപ്പോഴേക്കും തുറക്കാൻ നോക്കിയ ആൾ ഞങ്ങൾ ഓടിച്ചു ആളെ പോടാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഡോക്ടറിൻ്റെ അതിമനോഹരമായ ഫോട്ടോഷൂട്ട്. ശരിക്കും അവർ സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കല്ലേ. എനിക്ക് അവരുടെ സന്തോഷം ഭയങ്കര ഇഷ്ടമായി. ഇത് നോക്ക്, നിങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നോക്ക്. ഇവർ ശരിക്കും ശ്രദ്ധിച്ച ഭയങ്കര രസമാട്ടോ. ഇനി ഞാനൊരു സങ്കടകരമായ കാഴ്ച. ഇത് നമ്മൾ തിരിച്ചു പോകുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഗവൺമെൻറ് എന്ത് വൃത്തികേടാണ് ഈ കാണിച്ചു വയ്ക്കുന്നത് നോക്ക്. അവിടെ ഒരു ഷീറ്റും നീല ടാർപ്പായും കരിങ്കല്ല് എന്തൊക്കെയോ നശിപ്പിച്ചിട്ടൊക്കെ. എത്ര ലക്ഷങ്ങളാണ് അവിടെ വരുമാനം, എത്ര ലക്ഷങ്ങളാണ് അവിടെ കാണാൻ വരുന്നത്. കൂടുതലും മലയാളികളല്ല, അന്യ സംസ്ഥാനത്തിലുള്ള ആളുകളൊക്കെയാണ് അവർ വരുന്നത്. അവരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്താണ് നമ്മുടെ ഗവൺമെൻറ്. പൊന്ന ഗവൺമെൻറ് എന്ന് ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ. എന്ത് വൃത്തിഹീനമായിട്ടാണ് കിടക്കണമെന്ന് പറയുക. എന്നിട്ട് അവിടെ ഇതിനൊക്കെ രണ്ട് ജാതിയും മതവും പറഞ്ഞ് കളിക്കുക. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ഈ മറ്റേ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാനിത് പറയുന്നില്ല. സോറി ഗൈസ്, നല്ല മൂഡ് കളയുന്നില്ല. ഓക്കെ, ട്രാവലിങ്ങിൻ്റെ ഇടയിൽ കണ്ടൊരു വേറെ ഇഷ്ടമുള്ളൊരു കാഴ്ച. 3-4 സുഹൃത്തുക്കളാണ് അവർ. അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നു. അവർ വേറെ ആർക്കും ശല്യമൊന്നുമില്ല കേട്ടോ. ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര സന്തോഷമായി എനിക്ക്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനത്തെയൊക്കെ സൗഹൃദങ്ങൾ തന്നെ കാണുന്നത്. അടിപൊളി മക്കളെ, നിങ്ങൾ എൻജോയ് ചെയ്യടാ. നിങ്ങളിതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ വർണ്ണം കളർ ഇതൊന്നും ചേർക്കണ്ട. നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ അടിപൊളിയായിട്ട്. നിങ്ങൾ മഴ സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞു. നമ്മുടെ
ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അതിരപ്പള്ളിയിലൊരു ഹോട്ടലാണ് സംരോഹ. അവിടെ ഭയങ്കര വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങളവിടെ ശരിക്കും വരണം, നിങ്ങൾ വന്ന് താമസിക്കണം. ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള, അത് മാത്രമല്ല അതിൻ്റെ ബാൽക്കണിയിലൊക്കെ നിന്നാൽ കാണാവുന്ന കാഴ്ചയില്ലേ, അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സംരോഹ എന്നാണ്, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അത്. എൻ്റെ വാല്യുബിളായിട്ടുള്ള എല്ലാ എന്താ പറയുക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പോകാം. ആ റൂമിലിരുന്നാൽ നമുക്ക് കാണുന്ന, അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ റെസ്റ്റോറൻറ്റ് സൈഡിൽ നിന്ന് കാണാവുന്നൊരു വ്യൂ ആണ്. നേരെ ലൈവാണ്, വെള്ളച്ചാട്ടമല്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് നമുക്ക് ആഹാരം കഴിക്കാം. പിന്നെ അവിടെ ചില്ലാവാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ സാധനങ്ങൾ, വലിയ സാധനങ്ങളൊന്നുമില്ല. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ നല്ല ഫുഡാണ്, അടിപൊളി ഫുഡാണ്, നല്ല നല്ല ഡീസൻ്റ് ആയിട്ടുള്ള, കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും ഇവിടെയൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. സംരോഹ എന്നാണ് ഹോട്ടലിൻ്റെ പേര്, സംരോഹ എന്നാണ്. നിങ്ങൾ അതിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. ഡോക്ടർ പിന്നെ എവിടെ ചെന്നാലും അതിൻ്റെ അവിടുത്തെ പൂക്കളും അവിടെ സെറ്റിങ്സും അതിൻ്റേതായ ഭംഗിയുള്ള എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളതൊക്കെ ആൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യാലോ. ആളെന്തോ കണ്ടുട്ടോ, എന്തോ ഒരു സാധനം കണ്ടിട്ടുണ്ട് ആൾ, ഫോട്ടോ എടുക്കുന്നുണ്ട്, കണ്ട. ഇനി അത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിലത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയും. അയ്യോ ഞാൻ പാവം, ഇനിയിപ്പോൾ ഇത് എന്താണ് ഫോട്ടോ എടുത്തതാണെന്ന് എനിക്കറിയില്ല. ഫുഡിന് വെയിറ്റ് ചെയ്യുന്നു, ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു. നല്ല നല്ല ഫുഡാണ്. ഞങ്ങൾ കുറച്ച് ലൈറ്റായിട്ടാണ് വന്നതെങ്കിൽ നല്ല രീതിയിൽ അവർ സെർവ് ചെയ്തു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സമ്പാദ്യം, രാഷ്ട്രീയം, അല്ലെങ്കിൽ കളർ, നിറം, വ്യത്യാസം, ഇതൊന്നും സംസാരിക്കാതെ നല്ല മനുഷ്യനായി ജീവിക്കുക, സൗഹൃദം പങ്കിടുക. വല്ലപ്പോഴും ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, ആരെങ്കിലുമൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു. മനസമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് പഠിക്കുക. നമുക്ക് ഒരുപാട് സമ്പാദ്യമൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മളെയും നമ്മുടെ ചുറ്റുപാടുള്ളവരെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുക. എനിക്ക് ഈ വേദിയിൽ അല്ലെങ്കിൽ ഈ അവസരത്തിൽ ഇതാ പറയാനുള്ളൂ. താങ്ക് യു.